2026 കേരളം ആര് ഭരിക്കും എന്ന ചോദ്യത്തിന് പ്രസക്തി നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തീർച്ചയായും വിജയിക്കുമെന്ന ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളടക്കം എല്ലാവരും വിധിയെഴുതിയതിന് തൊട്ടു പിന്നാലെ പല ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി ആരാകണമെന്ന ചോദ്യത്തിന് നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ പ്രാധാന്യം വരുന്നു. കോൺഗ്രസിനുള്ളിൽ രമേശ് ചെന്നിത്തലയ്ക്ക് NSSന്റെയും SNDPയുടെയും ഒക്കെ പിന്തുണ ലഭിക്കുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ പ്രാതിനിധ്യം കുറയുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ ഉയർന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശശി തരൂരിനെതിരായി പാർട്ടിക്കുള്ളിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുന്നു. ശശി തരൂർ പാർട്ടിക്ക് വലിയ ഒരു ഭീഷണിയായി മാറുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വരുന്നു. എന്തായാലും കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനേക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒക്കെ പ്രാധാന്യത്തിലേറെ നിൽക്കുന്ന അവരുടെ ഉൾപാർട്ടി പ്രശ്നങ്ങളാണ്, പടലപ്പിണക്കങ്ങളാണ്. അത് കാലങ്ങളായി കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ കളം തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി നിൽക്കുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒക്കെ വിജയിക്കേണ്ട ആവശ്യകതയുണ്ട്. ആ ട്രെൻഡ് നിലനിർത്തിയാൽ മാത്രമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേരളത്തിൽ വിജയിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല സർവേകളും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ഒക്കെ അനുകൂലമായും പ്രതികൂലമായൊക്കെ നിൽക്കുന്ന ചില സർവേകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആണോ, അല്ലെങ്കിൽ മുന്നേറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന BJP ആണോ, അതല്ലെങ്കിൽ മൂന്നാം തവണയും അധികാരത്തിൽ എത്തുമെന്ന് പറയുന്ന ഇടതുപക്ഷമായിരിക്കുമോ കേരളം ഭരിക്കുവാൻ പോകുന്നത്? BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതെല്ലാം അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവേ ആണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ആ സർവേ ലൈവ് ടെക് ഹിന്ദി സർവേ ആണ്. ലൈവ് ടെക് ഹിന്ദി സർവേയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആര് അധികാരത്തിൽ വരും എന്നുള്ളൊരു മാസി സർവേ നടന്നിട്ടുണ്ട്. 10,000-ൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു സർവേ ആയിരുന്നു അത്. ആ സർവേയിൽ 14 ജില്ലകളിലെയും 140 മണ്ഡലങ്ങളിൽ ആരൊക്കെ LDF ആണോ, UDF ആണോ, NDA ആണോ അധികാരത്തിൽ എത്തുക എന്നുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലങ്ങളുടെയും കണക്കുകൾ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ആകെയുള്ള നിയമസഭാ മണ്ഡലം 5 എണ്ണമാണ്. കാസർഗോഡ് BJPയുടെ ഒരു A+ മണ്ഡലമാണെങ്കിൽ പോലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് NDAക്ക് അക്കൗണ്ട് തുറക്കുവാൻ കഴിയില്ല. അവിടെ ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ 2ഇടത്ത് LDFും 3ഇടത്ത് UDFും വിജയിക്കുമെന്നുള്ളതാണ് ലൈവ് ടെക് ഹിന്ദി സർവേ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന് വടക്കൻ ജില്ലയായ കണ്ണൂരാണ്. കണ്ണൂരിൽ ആകെയുള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിലും 4ഇടത്ത് LDFും 7ഇടത്ത് UDFും. കണ്ണൂരുടെ ഇടതു കോട്ടയാണെങ്കിൽ പോലും UDFിന് അവിടെ മേൽക്കൈ ഉണ്ടാകുമെന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. UDF 7ഇടത്ത് വിജയിക്കും, LDF 4ഇടത്ത് വിജയിക്കും. കണ്ണൂരിലും NDAക്ക് BJPക്ക് സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കില്ല, വിജയിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. മറ്റൊന്ന് വയനാടാണ്. വയനാട് കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമാണ്. വയനാട് ജില്ലയിൽ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലമാണ്. MPയും MLAമാരും ഒക്കെ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വയനാട്ടിൽ ആകെയുള്ള 3 നിയമസഭാ മണ്ഡലത്തിൽ 3ഇടത്തും കോൺഗ്രസ് തന്നെ വിജയിക്കും. അവിടെ NDAക്കോ LDFിനോ വിജയിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. മറ്റൊന്ന് മലപ്പുറമാണ്. മലപ്പുറം സ്വാഭാവികമായും ലീഗ് കോൺഗ്രസ് ശക്തി കോട്ടകൾ തന്നെയാണ്. മലപ്പുറത്താകെയുള്ള 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 10ഇടത്ത് കോൺഗ്രസും 6ഇടത്ത് LDFും വിജയിക്കുമെന്നുള്ളതാണ് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. അവിടെയും NDAക്ക് അക്കൗണ്ട് തുറക്കുവാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് ഇതുവരെ പറഞ്ഞ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് വരെയുള്ള മണ്ഡലങ്ങളിൽ കാസർഗോഡ് UDFിന് മുന്നേറ്റം, കണ്ണൂരിൽ UDFിന് മുന്നേറ്റം, വയനാട്ടിൽ ഏകപക്ഷീയമായ മുന്നേറ്റം, മലപ്പുറത്ത് UDFിന് മുന്നേറ്റം. ഇനി കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കോഴിക്കോട് ആകെയുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 4ഇടത്ത് LDF, 8ഇടത്ത് UDF, 1ഇടത്ത് BJP അക്കൗണ്ട് ആദ്യം തുറക്കുന്നു കോഴിക്കോട് ഒരു മണ്ഡലം BJP പിടിക്കുമെന്നുള്ളതാണ് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. ഒരു മണ്ഡലം BJP പിടിക്കുന്നു, 8 മണ്ഡലം UDF പിടിക്കുന്നു, 4 മണ്ഡലം LDF പിടിക്കുന്നു. മറ്റൊന്ന് പാലക്കാടാണ്. പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കി. പക്ഷേ പാലക്കാട് ജില്ലയുടെ കാര്യം എങ്ങനെയാണ് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. ലൈവ് ടെക് ഹിന്ദി സർവേയിൽ പാലക്കാട് ആകെയുള്ള 12 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഇടത്ത് LDF വിജയിക്കും, 7ഇടത്ത് UDF വിജയിക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ BJPയുടെ അക്കൗണ്ട് തുറക്കില്ല എന്നുള്ള ചില കണക്കുകൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷെ പാലക്കാട് ജില്ല BJPയുടെ A+ മണ്ഡലമായി കണക്കാക്കുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ NDAക്ക് BJPക്ക് ഇക്കുറിയും സീറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ലൈവ് ടെക് ഹിന്ദി സർവേ വ്യക്തമാക്കുന്നത്. ഇതുവരെ പറഞ്ഞ ജില്ലകളിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു മണ്ഡലം മാത്രമാണ് BJPക്ക് അനുകൂലമായി വരുന്ന മണ്ഡലം എന്നാണ് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. മറ്റൊന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ ആകെയുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF 4ഇടത്ത്, UDF 7ഇടത്ത്, NDA 2ഇടത്ത്. തൃശ്ശൂർ സ്വാഭാവികമായും തൃശ്ശൂർ MP സുരേഷ് ഗോപിയാണ്. BJP ഭരിക്കുന്ന ലോക്സഭാ മണ്ഡലമുള്ളൊരു മണ്ഡലമാണ്. അവിടെ ചേലക്കര മണ്ഡലമായിരിക്കണം അനുകൂലമായി BJP പറയുന്നത്.
അനുകൂലമായി BJPക്ക് അനുകൂലമായി നിൽക്കുമെന്ന് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. അവിടെ BJPക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന മണ്ഡലമാണ്. മറ്റൊന്ന് തൃശ്ശൂരായിരിക്കാം. ഈ രണ്ട് മണ്ഡലങ്ങൾ NDAക്ക് പോകും. UDFും LDFും 4ഉം 7ഉം സീറ്റുകൾ വീതം തൃശ്ശൂരിൽ നിന്ന് നേടിയെടുക്കുമെന്നുള്ളതാണ് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. മറ്റൊന്ന് എറണാകുളമാണ്. എറണാകുളം ഏത് രാഷ്ട്രീയ പ്രതികൂല സാഹചര്യങ്ങളിലും UDFിനോട് അനുകൂലമായി നിന്നിട്ടുള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ ആകെയുള്ള 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 7ഇടത്ത് LDF വിജയിക്കും, 7ഇടത്ത് UDF വിജയിക്കും. അവിടെ NDAക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. ഒപ്പത്തിനൊപ്പം തന്നെ നിൽക്കുമെന്നുള്ളതാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. മറ്റൊന്ന് ഇടുക്കിയാണ്. ഇടുക്കി ഇടത് കോട്ടയാണെന്ന് പറയുമെങ്കിൽ പോലും UDFിന് അനുകൂലമായ ഒരു തരംഗമുള്ള ഇടമാണ്. ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്ത് LDFും 3ഇടത്തും UDFും വിജയിക്കും. അവിടെയും NDAക്ക് അക്കൗണ്ട് തുറക്കുവാൻ കഴിയില്ല. ഇതുവരെ പറഞ്ഞ ജില്ലകളിൽ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലുമാണ് 2, 1, 3 മണ്ഡലങ്ങൾ NDAക്ക് അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കുന്നത്. മറ്റ് ഒരിടത്തും NDAക്ക് അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കില്ല എന്നാണ് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. മറ്റൊന്ന് കോട്ടയമാണ്. കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 3ഇടത്ത് LDF, 6ഇടത്ത് UDF എന്ന രീതിയിലേക്കായിരിക്കും വിജയം. അവിടെയും UDFിന് മുൻതൂക്കം ഉണ്ടാകും എന്നുള്ളതാണ് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. മറ്റൊന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴ മണ്ഡലത്തിൽ ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA ഒരിടത്ത് അക്കൗണ്ട് തുറക്കും. അത് കായംകുളം നിയമസഭാ മണ്ഡലമായിരിക്കണം. അത് ശോഭാ സുരേന്ദ്രന് മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കൊടുത്തൊരു മണ്ഡലമാണ്. അതുകൊണ്ട് കായംകുളം മണ്ഡലത്തിൽ NDA അക്കൗണ്ട് തുറക്കും. LDF 4 സീറ്റുകളിൽ വിജയിക്കും, UDFും 4 സീറ്റുകളിൽ വിജയിക്കും. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും ആലപ്പുഴയിലും ഉണ്ടാകുക എന്ന് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നു. ഇനി പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പത്തനംതിട്ട BJPയുടെ A+ മണ്ഡലമായി കാണുന്നുണ്ടെങ്കിൽ പോലും പത്തനംതിട്ട ജില്ലയിൽ ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ഇടത്ത് LDFും 3ഇടത്ത് UDFും വിജയിക്കും എന്നുള്ളതാണ് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. ഇനി കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്ത് ആകെയുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF 4ഇടത്തും UDF 7ഇടത്തും വിജയിക്കും എന്ന കണക്കുകൾ പറയുന്നു. അവിടെയും NDAക്ക് അക്കൗണ്ട് തുറക്കുവാൻ കഴിയില്ല. മറ്റൊന്ന് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം BJPയുടെ A+ മണ്ഡലമാണെങ്കിൽ പോലും തിരുവനന്തപുരം ഭരിക്കുന്നത് ആരാണോ അവരായിരിക്കും കേരളം ഭരിക്കുക എന്നൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ആകെയുള്ള 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഇടത്ത് LDF, 9ഇടത്ത് UDF, NDA ഒരിടത്ത് പോലും അക്കൗണ്ട് തുറക്കില്ല എന്നുള്ളതാണ് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. നിയമം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ചിലയിടത്ത് NDAക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് പല സർവേകളും പറയുമ്പോൾ ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത് NDAക്ക് അക്കൗണ്ട് തുറക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 52ഇടത്ത് LDFും 84ഇടത്ത് UDFും 4ഇടത്ത് NDAയും വിജയിക്കും. അതായത് കേവല ഭൂരിപക്ഷം മറികടന്നുകൊണ്ടുള്ളൊരു വിജയം UDFിന് ഉണ്ടാകും. UDF 2026 ഈ കേരളം ഭരിക്കുമെന്നുള്ളതാണ് ലൈവ് ടെക് ഹിന്ദി സർവേ പറയുന്നത്. പക്ഷേ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ജനങ്ങളാണ്. ജനങ്ങളുടെ തീരുമാനം അറിയാൻ ഇനി മാസങ്ങൾ കൂടി ബാക്കിയുണ്ട്. കാത്തിരിക്കാം അവരുടെ തീരുമാനം എന്താണെന്നറിയാൻ.